Hi friends, ഇന്ന് ഒരു പച്ചപ്പാപ്പായ വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പപ്പായ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞെടുക്കാം. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് തൊലിയൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ പീസുകളാക്കാതെയും അതുപോലെ ഒത്തിരി നൈസായിട്ടുള്ള പീസുകളാക്കാണ്ട് ഇതാ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം വാർത്തെടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി ആ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, അതുപോലെ ഒരു 10 ചുവന്നുള്ളി ചെറുതായി നുറുക്കിയത്. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളിയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നില്ലെങ്കിൽ ആ കറി ഉപ്പേരി അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള പപ്പായയുടെ പീസുകൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറി റെഡി ആയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മസാലയായിട്ട് പപ്പായ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. പപ്പായ ഒരു മീഡിയം പാകേ ആയിട്ടുള്ളൂ കേട്ടോ. വെള്ളം നന്നായി വറ്റി വന്നിട്ടുമുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. വെള്ളം ഇതുപോലെ നന്നായി വറ്റി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് 5 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. നമ്മുടെ പപ്പായ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളവും നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറി ഇടുന്ന ആവശ്യമൊന്നുമില്ല. ഈ ഒരൊറ്റ കറി മതി. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.